വിരമിക്കൽ ചരിത്രമാക്കി മാറ്റിയൊരു അധ്യാപകനെ പരിചയപ്പെടാം. സ്വന്തമായി നടത്തിയ ഗവേഷണം കേരള സർവകലാശാലയിലെ ബിരുദ സിലബസിൽ പഠന വിഷയമാകുന്നു. ഗവേഷണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകൻ തന്നെ സ്വന്തം കോളേജിലെയും മറ്റ് കോളേജുകളിലെയും വിദ്യാർത്ഥികളെ അത് പഠിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങുന്നു. ആലപ്പുഴ SD കോളേജിലാണ് ഈ അപൂർവത നിറഞ്ഞ കാഴ്ച. പ്രൊഫസർ ഡോക്ടർ G നാഗേന്ദ്ര പ്രഭുവാണ് അപൂർവ നേട്ടവുമായി ചരിത്രത്തിലേക്ക് പടിയിറങ്ങുന്നത്. 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഭാഗമായി തയ്യാറാക്കിയ ജലാശയ ആവാസ വ്യവസ്ഥകളും സുസ്ഥിര പരിപാലനവും എന്ന കോഴ്സിലാണ് പ്രൊഫസർ ഡോക്ടർ G നാഗേന്ദ്ര പ്രഭുവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ കണ്ടെത്തലുകൾ ബിരുദ വിദ്യാർത്ഥികളുടെ പഠന വിഷയമായി ഉൾപ്പെടുത്തിയത്. 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കാണ് ഈ വിഷയം പഠിക്കുവാൻ അവസരം. കേരള സർവകലാശാലയുടെ ജന്തുശാസ്ത്ര വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കി അംഗീകരിച്ച സിലബസിലെ 4ാം മൊഡ്യൂളിലാണ് കുളവാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ജലാശയങ്ങളെ ബാധിക്കുന്ന കുളവാഴ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഐക്കോർണിയ, ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 25 വർഷമായി ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനുള്ള ഗവേഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടത്. അത് ഇപ്പോൾ ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി രൂപാന്തരപ്പെട്ടു. സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ തന്നെ ധാരാളം വിദേശ പ്രോജക്റ്റുകളടക്കം ഗവേഷണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്ത് അതിപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായി കേരള സർവകലാശാലയുടെ ഒരു മൈനർ കോഴ്സായിട്ടുള്ള അക്വാറ്റിക് എക്കോസിസ്റ്റംസ് ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് 2ാം സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നു. ഒട്ടേറെ കോളേജുകളിൽ നിന്നും ഇവിടെ വന്ന് നമ്മുടെ കോളേജിലെ ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് പഠിച്ചിട്ട് പോവുകയും ചെയ്യുന്ന ഒരു അപൂർവത ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. SD കോളേജ് സുവോളജി വിഭാഗം മേധാവി, കേരള സർവകലാശാല ബയോടെക്നോളജി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, അംഗീകൃത ഗവേഷണ ഗൈഡ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ പ്രഭു നിലവിൽ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഏറ്റവും മുതിർന്ന ജന്തുശാസ്ത്ര പ്രൊഫസറാണ്. നിരവധി അന്തർദേശീയ ദേശീയ ഫെലോഷിപ്പുകളും അവാർഡുകളും ഇതിനോടകം തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഗവേഷണ ഘട്ടത്തിൽ സഹായവുമായി നിന്ന സുവോളജിയിലെ വിദ്യാർത്ഥികളും പ്രിയ അധ്യാപകന്റെ നേട്ടത്തിൽ അഭിമാനത്തിന്റെ നെറുകയിലാണ്. സാറിനോടൊപ്പം പടിയിറങ്ങുമ്പോഴും സാറ് കണ്ടെത്തിയ ആ ഗവേഷണം FIUGP 2ാം സെമസ്റ്ററിൽ ഉള്ളതിന് വളരെ അഭിമാനം തോന്നുകയാണ്. അതോടൊപ്പം സാറിനോടൊപ്പം പടിയിറങ്ങാൻ സാധിക്കുന്ന ഈ നിമിഷത്തിൽ സാറ് കണ്ടെത്തിയ ആ ഒരു ഈ ഗവേഷണം വലിയ രീതിയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ 2ാം സെമസ്റ്റർ FIUGP 2ാം സെമസ്റ്ററിൽ വന്നതിൽ ഞങ്ങൾ കൂടി പാട്ടായതിൽ വളരെ അഭിമാനം തോന്നുന്നു. ജലജന്യകളകളെ ഉപയോഗത്തിലൂടെ നിയന്ത്രിക്കുക എന്ന ആശയം വിജയകരമായി നടപ്പിൽ വരുത്തിയ ഡോക്ടർ പ്രഭുവിന്റെയും സംഘത്തിന്റെയും ഗവേഷണങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധയും പിടിച്ചുപറ്റി. വിരമിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ കുട്ടനാടിന്റെ കുളവാഴ എന്ന തലവേദനയെ പ്രതിരോധിക്കാൻ പുതുതലമുറയ്ക്ക് പാഠം പകർന്ന അഭിമാന നിമിഷത്തിന്റെ തലയെടുപ്പോടെയാണ് SD കോളേജിലെ പ്രിയ അധ്യാപകന്റെ മടക്കം. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.